ഈ പാകിസ്ഥാനികൾ എന്ന് പറയുന്നത് ലോക തോൽവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആയിക്കോട്ടെ, അവരുടെ മിലിറ്ററി ജനറൽ ആയിക്കോട്ടെ, ഇവരാവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഒരു ആണവ യുദ്ധത്തെ തടഞ്ഞു നിർത്തി എന്നുള്ളത്. ഈജിപ്തിൽ വെച്ച് പ്രസിഡന്റ് ട്രംപിനെ, അതായത് അമേരിക്കൻ വൈറ്റ് ഹൗസിലെ അവരുടെ ഒരു മീഡിയ പേഴ്സണെ പോലെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സെക്രട്ടറിയെ പോലെ അവിടെ നിന്നുകൊണ്ട് പ്രസിഡന്റ് ട്രംപിനെ വാനോളം പുകഴ്ത്തുകയാണ് നമ്മുടെ ഷഹബാസ് ഷെരീഫ്. അദ്ദേഹത്തിനൊപ്പം അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ട്, നമ്മുടെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയൊക്കെ ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഗ്രൂപ്പിലേക്ക് പോയിരുന്നില്ല. അദ്ദേഹത്തിനും ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം പോയില്ല. പകരം അദ്ദേഹം മറ്റൊരാളെ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഷഹബാസ് ഷെരീഫ് വന്നു നിന്നിട്ട് പറയാണ്, ശരിക്കും ഈ ട്രംപ് ഉണ്ടല്ലോ, ഇദ്ദേഹം ഒരു സമാധാനത്തിന്റെ ദൂതനാണ്, ശരിക്കുള്ള ദൂതൻ ഇദ്ദേഹമാണ്. പിന്നെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, പാകിസ്ഥാൻ അദ്ദേഹത്തിന്റെ സമാധാനത്തിനോടുള്ള അതിയായ അദ്ദേഹത്തിന്റെ ആവേശം കാരണം, അദ്ദേഹം കാരണം ലോകത്ത് സമാധാനം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ അഭിമാനത്തോടു കൂടി നമ്മൾ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ഷഹബാസ് ഷെരീഫ്. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ഇല്ല, അതായത് ഇന്ത്യ അതിനകത്ത് ഒന്നിനും പോകുന്നില്ല. പക്ഷെ ഇല്ലെങ്കിലും നമ്മളെ പേര് ഇപ്പോൾ നമ്മുടെ ഒരു PR-നെ പോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അവരുടെ മിലിറ്ററി ചീഫും ഒക്കെ ഇങ്ങനെ ലോകം മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കാണ്. അതായത് ട്രംപ് ഞങ്ങൾക്കും ഇന്ത്യക്കും ഇടയിലുള്ള യുദ്ധം നിർത്തിക്കൊണ്ട് സമാധാനം സ്ഥാപിച്ചത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ നമ്മൾ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തു എന്നാണ് ഷെരീഫ് പറയുന്നത്. ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കടന്നു വരുന്നത്. ഇദ്ദേഹം പറയുന്നത് ഈ ഒരു ഇടപെടൽ കാരണം ഒരു വലിയ ആണവ യുദ്ധം ഒഴിവായി എന്നുള്ളതാണ്. അതായത് ട്രംപും പറയുന്നുണ്ട് അദ്ദേഹം ആണവ യുദ്ധം ഒഴിവാക്കിയെന്ന്, ഷെരീഫും പറയുന്നുണ്ട് വലിയൊരു ആണവ യുദ്ധമാണ് ഇല്ലാതാക്കിയെന്നത്. കാരണം രണ്ട് രാജ്യങ്ങളും ആണവ ശക്തികളാണ്, വലിയൊരു ആണവ യുദ്ധമാണ് നിങ്ങൾ കാരണം, പ്രസിഡന്റ് ട്രംപ് കാരണം ഒഴിവായത്. എന്തുകൊണ്ടാണ് ആണവ യുദ്ധം ചർച്ചയാവുന്നത്? ഇതിലെ കോമഡി എന്താണെന്നറിയോ? എപ്പോഴാണ് ഒരു രാജ്യത്തിന് ആണവായുധം പ്രയോഗിക്കേണ്ടി വരുന്നത്? സാധാരണ രീതിയിൽ എപ്പോഴാണ് പ്രയോഗിക്കേണ്ടി വരുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ തോറ്റുപോകും എന്ന് കാണുമ്പോൾ വേറെ ഒന്നും നമ്മുടെ കയ്യിൽ എടുത്ത് പ്രയോഗിക്കാനില്ല, ആണവായുധം മാത്രമേ ഉള്ളൂ, നമ്മൾ തോറ്റുപോകും. കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു യുദ്ധം ചെയ്യാൻ ഇനി നമുക്ക് ശേഷിയില്ല എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടില്ല. ശത്രു രാജ്യത്തിൽ നിന്ന് തലങ്ങും വിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നടു ഒടിഞ്ഞു കിടക്കുകയാണ്. അവസാനം ഇനി ആണവായുധം എടുക്കുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് വരുമ്പോഴാണല്ലോ നമ്മൾ ആണവായുധം ഉപയോഗിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇവിടെ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടുകൊണ്ട് ആണവ യുദ്ധം ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ മുന്നിൽ ആണവായുധം പ്രയോഗിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും അവശേഷിച്ചിരുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇന്ത്യ അടിച്ച് നടു ഒടിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ്. കാരണം അല്ല എങ്കിൽ ഇന്ത്യയുമായിട്ടൊരു പരമ്പരാഗത യുദ്ധം നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ആണവായുധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ ആണവായുധം ഉപയോഗിക്കപ്പെട്ടില്ലല്ലോ. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി, അവിടെ ആണവായുധം ഉപയോഗിക്കപ്പെട്ടില്ലല്ലോ. കാരണം കൺവെൻഷണൽ ആയിട്ടുള്ള യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആണവായുധം അല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് യുക്രൈനും റഷ്യക്കും കഴിയുന്നത് കൊണ്ടാണ് ഇതുവരെ അവിടെ ആണവായുധം ഉപയോഗിക്കപ്പെടാത്തത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ റഷ്യക്ക് തോന്നുകയാണ് ഇനിയും ഇത് നീണ്ടുപോവാണെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിൽ തോറ്റുപോകും, അല്ലെങ്കിൽ ഇനി നമ്മുടെ കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ വേറെ ആയുധങ്ങളൊന്നുമില്ല, അത്രത്തോളം തിരിച്ചടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ഇനി നമ്മുടെ മുമ്പിൽ ആണവായുധം പ്രയോഗിക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്ന് വരുമ്പോഴാണ് അവർ ആണവായുധം പ്രയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പരമ്പരാഗത യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു, പിന്നെ അവസാന ആയുധം ആണവായുധമാണ്, അതെടുത്ത് അങ്ങ് ഉപയോഗിച്ചു. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർന്നുപോയി. അവരുടെ മുമ്പിൽ ഒന്നും പിന്നെ ചെയ്യാനില്ല. പിന്നെ അവരുടെ ജനങ്ങളെ അവർക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ, അവിടെയുള്ള വൈകാരികമായ പ്രകടനങ്ങളെ തടയണമെങ്കിൽ, പട്ടാളക്കാരെയും സർക്കാരിനെയും ജനങ്ങൾ പഞ്ഞിക്കിടാതെ രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിച്ചാലേ പറ്റൂ എന്ന് ട്രംപിനെ ചിലപ്പോൾ ഇവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്നാ പിന്നെ എന്റെ തലയിൽ ചാരിക്കൊണ്ട് നിങ്ങൾ യുദ്ധം നിർത്തിക്കോ എന്ന് ട്രംപ് പറയുന്നതും അമേരിക്ക ഇടപെട്ടതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതും ട്രംപ് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതുമൊക്കെ. അതിന് പ്രത്യുപകാരമായിട്ട് ഈ പാകിസ്ഥാൻ ഭരണകൂടം അദ്ദേഹത്തെ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു ഉഡായിപ്പായിരുന്നു പാകിസ്ഥാന്റെ. കാരണം ട്രംപിന് ഇത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ചത് പാകിസ്ഥാനാണ്. എന്തായാലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, പാകിസ്ഥാൻ പറയുന്നതിനകത്ത് തന്നെ ഉണ്ട്
അവർ യുദ്ധത്തിൽ ഇന്ത്യയുമായി പരാജയപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് ആണവ യുദ്ധം തടഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ എടുത്ത് പ്രയോഗിക്കുന്നത്. അതായത് അവർക്ക് മുന്നിൽ വേറെ ഒരു വഴിയുമില്ല, വേറെ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.